ഗൈസ്, നമുക്കിന്നൊരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാമേ. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സാധാ ചില്ലി പൗഡർ ആണെങ്കിലും മതി. അതിലേക്ക് അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് ഞാൻ കുക്കറിലാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊരു ചീഞ്ചട്ടി ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് കുക്കറിലേക്ക് ഇടുവാണ്. കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു 1 അല്ലെങ്കിൽ 2 വിസിൽ, അല്പം വെള്ളം കൂടി ഒഴിക്കുന്നത് വേകാൻ വേണ്ടി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണയാണ് ഞാൻ എല്ലാ കറിക്കും ഉപയോഗിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അത് നമ്മൾ 2 എണ്ണം എടുത്തിട്ട്, കാരണം അതിനുള്ള ചിക്കനേ ഉള്ളൂ. അപ്പം സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പം സവാള വഴറ്റുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ, അതെല്ലാവരും ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അത് മനസ്സിൽ കണക്കാക്കിയിട്ട് വേണം സവാളയ്ക്ക് നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പം അല്പം ഉപ്പ് സവാള വഴണ്ടി വരാൻ വേണ്ടി മാത്രം നമുക്ക് ചേർക്കാവേ. സവാള നന്നായിട്ട് വഴണ്ടാലേ ഏത് കറിയും ശരിയാകത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റണം. വഴറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, ഞാനൊന്നും അരയ്ക്കത്തില്ല, ചതയ്ക്കത്തേ ഉള്ളൂ. കാരണം കറിയുടെ ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി, കൂടെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പില, അതും ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റണം. 2 സവോള നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 സവോളയുടെ പരുവാകണം വഴണ്ടി വരുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ 1 സവോളയുടെ അത്രേ ഉള്ളൂ വഴണ്ടി വന്നപ്പോഴത്തേക്ക്. ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. കാരണം മഞ്ഞൾപ്പൊടിയും കൂടി ചെല്ലുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്ത പോലെ നമുക്ക് തോന്നും. നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഈ പൊടിയും കൂടി ചേർന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർക്കാം. കണ്ടോ, അത് വഴണ്ടിപ്പോൾ ആ എണ്ണ കണ്ടോ, നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ, നമ്മൾ അഡീഷണലായിട്ട് വേറെ ഒരു എണ്ണ ഉപയോഗിച്ചിട്ടില്ല. അതിലേക്ക് ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ആദ്യമേ തന്നെ, പിന്നെ മുളക് പൊടി, എല്ലാം അളവ് ശ്രദ്ധിച്ചോണം. കാരണം ചിക്കനകത്ത് ഓൾറെഡി നമ്മളിതെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് പിന്നെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, അത് മല്ലിപ്പൊടി ചേർത്തു. പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മൾ ചിക്കനകത്ത് ഓൾറെഡി ചേർത്തതാണ്. എന്നാലും അളവ് കണക്കാക്കി വേണം ചേർക്കാനായിട്ട്. അതെല്ലാം നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി എന്തുകൊണ്ട് അരച്ച് ചേർത്തു എന്ന് ചോദിച്ചാൽ, കഷ്ണമായിട്ട് കിടക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അത് അരച്ച് ചേർക്കുവാണെങ്കിൽ തക്കാളിയുടെ ഫ്ലേവറും കിട്ടും, കറിയിലൊന്നും എടുത്ത് കാണത്തുമില്ല. അപ്പോൾ അരച്ച് ചേർത്തിട്ട് ഈ പച്ചമണം മാറുന്നവരെ വഴറ്റി എണ്ണ തെളിയണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതാ നന്നായിട്ട് സിമ്മിലിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുക്കർ 2 വിസിൽ നമ്മൾ ചിക്കൻ വെന്ത് കിടപ്പുണ്ട്. അതിൻ്റെ വെള്ളം ചാറ് മാത്രം നമുക്ക് ഊറ്റി ഒഴിച്ച് അതൊന്നും ഈ അരപ്പുമായിട്ട് മിക്സായി കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി ചിക്കനും ബാക്കി ഗ്രേവിയും കൂടെ നമുക്ക് ഇങ്ങോട്ട് തട്ടാം. കാരണം നമ്മൾ വേറെ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒരു വെള്ളവും ചേർക്കുന്നില്ല. ആകെ ആ ഒരു വെള്ളം മാത്രം, ചിക്കൻ വെന്ത വെള്ളം മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ബാക്കി ചിക്കനും ഗ്രേവിയും കൂടെ നമ്മൾ തട്ടി നന്നായിട്ട് സിമ്മിൽ നിന്ന് മാറ്റി തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 2 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും തൂകി, വേണമെന്നുണ്ടെങ്കിൽ അല്പം ഗരം മസാലയും തൂകി നമുക്ക് താത്തി വെക്കാം. അപ്പം എല്ലാ കൂട്ടുകാരും വെച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.